നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും തുറിച്ചു നോക്കാറില്ല. അപ്പം നമ്മൾ ആരെയും തുറിച്ചു നോക്കരുത്. ഞാനിപ്പോൾ ഈ വഅദ് പറയുമ്പോൾ ഇതിൽപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ തുറിച്ചു നോക്കിയാൽ അയാൾക്ക് തന്നെ തോന്നി ഇതെന്താ ഉസ്താദ് എന്നെ നോക്കുന്നു, എന്തേലും ഉസ്താദ് പറഞ്ഞു കൊടുത്തോണ്ട് എന്നെ നോക്കുന്നതാണോ എന്ന്, അങ്ങനെ എന്തെല്ലാം ഡൗട്ടുകൾക്ക് സാധ്യത ഉണ്ട്. നമ്മൾ പൊതുവെ നമ്മളെ നാട്ടിൽ ഈ തുറിച്ചു നോട്ടം കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരാൾ മസ്ബൂക്കായാൽ അന്ന് 4 റക്അത്തും കിട്ടി എല്ലാവരും നോക്കും. ആ മസ്ബൂക്കായ ആക്കെന്നെ തോന്നുന്നു എൻ്റെ തുണിക്കാറ്റ് ഓട്ടമുണ്ടാവും, അപ്പോൾ ഇതെന്താ എല്ലാവരും പാടെ നോക്കണം. അയാൾക്ക് ഈ കൾച്ചർ എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട കൾച്ചർ വന്നതെന്ന് വെച്ചാൽ അയാളിങ്ങനെ നാട്ടാചാരം അനുസരിച്ച് ജീവിക്കുന്നല്ലാണ്ട് പഠിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പഠിക്കൽ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പഠിക്കൽ കുറവാണ്, അഭിപ്രായം കൂടുതലായിരിക്കും. മൊത്തത്തിൽ നല്ല പരിപാടി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പഠിക്കൽ കുറവായിരിക്കും. പഠിക്കണം. നമ്മൾ പ്രായമുള്ളവരും ദർസിൽ വരണം. സിദ്ദീഖ് റളിയല്ലാഹു 61-ാമത്തെ വയസ്സിൽ മുത്തഅല്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും കൂക്കി വിളിക്കാറില്ല. അത് അവിടുത്തെ സോഫ്റ്റ്നെസ് ആണ്. ദൂരത്തുള്ള ആളെ തങ്ങളെങ്ങനെ വിളിക്കൽ? ഒരാളെ വിളിച്ചിട്ട് പറയും ഒന്നോരെ വിളിക്കും, അങ്ങനെ. അല്ലെങ്കിൽ തങ്ങൾ തന്നെ പോയിട്ട് വിളിക്കും, അങ്ങനെ വിളിക്കുക. കൂക്കി വിളിക്കൂല. തങ്ങൾ ശബ്ദം ഇടൂലല്ലോ. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നിങ്ങൾ നബിതങ്ങളെക്കാൾ ശബ്ദം ഉയർത്തരുത്. എവിടെ? തങ്ങളുടെ ജീവിതകാലത്ത്, തങ്ങളുടെ വഫാത്തിന് ശേഷം, തങ്ങളുടെ മദീനയിൽ, തങ്ങളുടെ ഹദീസിൻ്റെ ദർസിൽ, തങ്ങളുടെ മൗലിദിൻ്റെ മജ്ലിസിൽ, തങ്ങളുടെ ശമായിലിൻ്റെ ക്ലാസ്സുകളിൽ തങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾ ശബ്ദം ഉയർത്തുകയേ ചെയ്യില്ല. ഒരാവശ്യത്തിന് മാത്രമുണ്ട്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ റൂമിലേക്കൊക്കെ കയറിയാൽ നമ്മൾ റൂമിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നാട്ടുകാർക്ക് മൊത്തം അറിയാനൊന്നും പാടില്ല. വന്ന് നോക്കി അറിയുന്നല്ല, അനങ്ങാണ്ട് നൂറുലുലമ എം.എ. ഉസ്താദ് ജീവിച്ച പോലെ ഒരു പാവായിട്ട് ചെയ്യുക. അതാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ. മഹബത്ത് കാരണം കാന അർഫഖന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ റിഫ്കിൻ്റെ ആളാണ്, സോഫ്റ്റ്നെസ്സിൻ്റെ ആളാണ്. ഇത് പഠിച്ച ഒരാളെങ്ങനെ ഹൗലിൻ്റെ അടുത്തുനിന്ന് പൈപ്പ് തിരിക്കുമ്പോൾ സ്പീഡിൽ തിരിക്കൽ? അയാൾ മെല്ലെ തിരിക്കുള്ളൂ. ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് അടിക്കലോ മെല്ലെ. 2 സ്വിച്ച് ഉണ്ടാവും ഫ്ലഷിന്, കുറച്ച് വെള്ളം കുറേ ഉള്ളതും. എന്തിനാ? കുറച്ചടിച്ചാൽ മതിയാവും ഏകദേശം. പക്ഷെ മലയാളികൾ 2ഉം കൂടി കുത്തും. എവിടുന്നാ വരുന്നത്? മഹബത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന്. നമ്മുടെ സ്വഭാവത്തിൽ ഇതില്ല. ജീലാനി തങ്ങൾ പറഞ്ഞല്ലോ, മഹബത്തിൻ്റെ കാമ്പും കാതലും എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിലാണ് വേണ്ടത്. അവിടുത്തെ ഷറഹു സ്വലാത്തി സൂറയിൽ കാണാതെ. അപ്പോൾ ഒരാൾ ഹൗലിൻ്റെ അടുത്ത് നിന്ന് ഹോന്നാക്കിയിട്ട് കാർക്കിച്ച് തുപ്പോ ഇല്ല, ബാക്കിയുള്ളവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. ടോട്ടലി ലൈഫിലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവണം, മെല്ലെ നടക്കണം. അങ്ങനെ നല്ലവണ്ണം ഷമായിൽ പഠിച്ചവരുടെ ജീവിതം നോക്കി നോക്കിയേ. ഉദാഹരണത്തിന് ഹക്കീം അസ്സരി ഉസ്താദ്, ആ നടത്തത്തിലും ഇരുത്തത്തിൽ തന്നെ ഒരു ബ്യൂട്ടിയാണ്. അത് ഹദീസിലുണ്ട്. ഒരാൾക്ക് സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ഇല്ല സാനഹു, അയാളുടെ ലൈഫ് ബ്യൂട്ടി ആയിരിക്കും. അങ്ങനെയാണ് വേണ്ടത്. ചടപടല്ല, ഒച്ചപ്പാടുകളല്ല. ഒച്ചപ്പാടാണ് ഇസ്ലാം എന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? സ്വഹാബത്ത് വാഹനത്തിൽ കയറുന്നതിൻ്റെ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒച്ചപ്പാട് കൂടിയപ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ, അലൈക്കും ബി സക്കീന, സ്വഹാബത്തെ സോഫ്റ്റ് ആവും. അപ്പോൾ ഈ സദസ്സിൽ എങ്ങനെയാ ചായ കാപ്പി സ്നാക്സ് ഒക്കെ വിതരണം ചെയ്യേണ്ടത്? മെല്ല, പരിപാടിക്ക് ഒരു അഭംഗിയും ഇല്ലാത്ത രീതിയിൽ. ചോറെങ്ങനെ? മെല്ലെ വിതരണം ചെയ്യും, മെല്ലെ കൊടുക്കുക. ആ പരിപാടിയൊന്നും ഇവിടെ അല്ല, ഒരു സ്ഥലത്തും പറ്റൂല. നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കര സൗന്ദര്യം ഉണ്ടാവണം. അപ്പം നമ്മൾ ഇനി മുതൽ എങ്ങനെയാ? ബാത്റൂമിൻ്റെ ഡോർ അടക്കൽ മെല്ല, കാറിൻ്റെയോ ഉറപ്പന്നല്ലേ മെല്ല. ശരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ ഇന്നെന്താ ദിവസം? ടുമാറോ വെനസ്ഡേ, ഡേ ആഫ്റ്റർ ടുമാറോ തേഴ്സ്ഡേ, ദെൻ ഫ്രൈഡേ. 3 ദിവസം നിങ്ങൾ കാറിൻ്റെ ഡോറ് അടഞ്ഞിട്ടില്ല ഉസ്താദെ. സോറി, ആ ക്ലാസ് ആയിട്ട് ശേഷം ഇപ്പോൾ ഒരു 3 ദിവസം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇത് മദീനയിൽ നിന്ന് കൾച്ചർ പഠിച്ചാലേട്ടാ. വേറെ വല്ല ഇൻസ്റ്റഗ്രാമൊന്നും ആണെങ്കിലും ഇങ്ങനെ കിടക്കും. ഇതാ പ്രശ്നം.
കാന റഫഖന്നാസ്, വളരെ മെല്ലെ നടക്കുക. ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോയാലോ അവിടെ കാണിക്കേണ്ട സോഫ്റ്റ്നെസ് എന്താ? നമുക്ക് എവിടെയാണോ ഇരിക്കാൻ പെർമിഷൻ കിട്ടിയത് അവിടെ ഇരിക്കുക. അങ്ങനെയാ മര്യാദ. ഒരു വീട്ടിൽ നമ്മൾ ഗസ്റ്റായിട്ട് പോയി, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ ഇരിക്കുക. വേണ്ട വേണ്ട, ഞാൻ ഇപ്പറ ഇരുന്നോളാം. നോ, അവിടെ ഇരുന്നോളാം. ഇപ്പറ ഇരിക്കണ്ട എന്നുകൂടിയാണ് ഈടെ ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യം. കാരണം ഇവിടെ ഇരുന്നാൽ കിച്ചണിലുള്ള സ്ത്രീകളുടെ പെരുമാറ്റം കാണുന്നതുകൊണ്ട് കൂടിയായിരിക്കും ഇവിടെ ഇരിക്കാൻ പറയണ്ടാവില്ല. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ഡൈനിങ് ഹാളിലെ സോഫ കിച്ചൻ്റെ ഓപ്പോസിറ്റ് ഇടരുത്. എന്തെല്ലാം മര്യാദ ഉണ്ട് നമ്മളെ മതത്തിൽ. ഇനി അവിടെ ഇരുന്നാലോ സോഫ്റ്റ്നെസ് വേണം. കണ്ണിന് ഫസ്റ്റ് സോഫ്റ്റ്നെസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കണ്ണിനെ എല്ലായിടത്തേക്കും ഓടിക്കരുത്. നല്ല ഇൻറ്റീരിയർ അല്ലേ? വളരെ പൊട്ടത്തരാണ് ഇതൊക്കെ. അഭിപ്രായം പറയലൊക്കെ എവിടെ? നമുക്ക് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ ഇങ്ങനെ. മൂക്കിനും സോഫ്റ്റ്നെസ് ഉണ്ടാവണം, കൺട്രോൾ ഇല്ലാണ്ടാക്കരുത്. മന്തിയാന്ന് തോന്നട്ടോ, മന്തിയും എന്തൊരു നാണക്കേട് പരിപാടിയാണ്. എന്തിനാ ചങ്ങായിമാർ നമ്മളെ കയ്യിൽ കൗണ്ടർ? എന്തിനാ കൗണ്ടർ? ആരെ പേരിൽ നമ്മൾ സ്വലാത്തിലുള്ളത്? നമ്മൾക്ക് തഹല്ലുക്കാണ് ആദ്യം വേണ്ടത്. അതാ. ചില സ്ഥലത്തൊക്കെ വയലിനും പരിപാടിക്കൊക്കെ പോയാലേ മഹല്ല് കമ്മിറ്റിയിൽ പെട്ടതും അവിടുത്തെ നാട്ടുകാരുമായ കുറേ ആൾ ആ വീട്ടിലേക്ക് കയറി വരുന്നതാണ്. നിങ്ങളെല്ലാവരും വിളിച്ചിനാ? ഈടെ പിന്നെ വിളിക്കലൊന്നുമില്ല ഉസ്താദേന്ന്. അയ്യേ, അവർക്ക് പെർമിഷൻ ഇല്ലാണ്ട് ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഒന്ന്, അനുവദനീയമല്ലാത്ത ഒരു പിടി ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഖുശൂ കിട്ടൂല. ഉദാഹരണം, ഫുഡ് അടിച്ചിട്ട് സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് പറയാം ബെല്ലടച്ചോളണം. 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാവില്ല. 30 കൊല്ലം. നാടകം കളിക്കാനുള്ളതല്ല മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. മുസ്ലിമിനൊരു കൾച്ചറുണ്ട്, അത് മദീന കൾച്ചറാണ്. കറക്റ്റ് പഠിക്കണം നമ്മൾ. ഇനി നമ്മളൊരാളുടെ വാതിൽ മുട്ടുമ്പോൾ എങ്ങനെ മുട്ടേണ്ടത്? ഖാളിയാൽ തങ്ങളുടെ ഷിഫയിൽ പറഞ്ഞല്ലോ, സഹാബത്ത് എങ്ങനെ അതിൽ മുട്ട? ഉസ്താദിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം കൊണ്ട്, വിരൽ കൊണ്ട് മുട്ടൂല. വിരൽ കൊണ്ട് മുട്ടിയാൽ ശബ്ദം കൂടുതലായിരിക്കും ആപേക്ഷികമായിട്ട്. ഇതിപ്പം മൈക്കായത് കൊണ്ടാണ് ഓൾറെഡി ശബ്ദം ഉണ്ടാവുന്നത്. നല്ല ഒരാളുടെ വാതിൽ മുട്ടിയാലുള്ള നിയമം എന്താ? 3 തൊട്ടേ വാതിൽ മുട്ടാൻ പറ്റൂ. ഇനി രണ്ടാമത് എപ്പോഴാണ് മുട്ടേണ്ടത്? നമുക്ക് തോന്നുമ്പോഴാണോ? അല്ല, 4 റക്അത്ത് നിസ്കാരത്തിൻ്റെ ഗ്യാപ്പ് ഇടണം. കാരണം ഒന്നാമത് മുട്ടുമ്പോൾ ഒരു പക്ഷേ അസറിൻ്റെ നിസ്കാരത്തിന് കൈ കെട്ടിയതാവാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം. പിറ്റേന്ന് തന്നെ ക്ലിപ്പ് പ്രഭാഷണം വെക്കണ്ടെന്നർത്ഥം. കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം. 110കളാണ് നമ്മളെ തകർത്ത് തരിപ്പടാക്കണം. വെയിറ്റ് ചെയ്യുക, കുറച്ച് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് ഇല്ലേ, തിരിച്ചു പോവാം. ഒരാളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പ് മിസ് കോൾ അടിച്ചോണ്ടിരിക്കരുത് എന്നതിൻ്റെ അർത്ഥം കേട്ടാ. മനുഷ്യന്മാരെ അവരവരെ വഴിയിൽ വിടണം. അപ്പോൾ വേറൊരാളെ ചെരുപ്പ് ഒളിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ? പാടില്ല. ബലൂൺ എറിയാൻ പറ്റുമോ ഇസ്ലാമിൽ? പറ്റൂല. ആദ്യ രാത്രി ചെക്കനെ വേറെ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പെണ്ണിനെ ഇവിടെ നിന്ന് കണ്ണീര് കുടിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ? പച്ച ഹറാം. നിൻ്റെ മൂക്കൊണ്ട് വരപ്പിച്ചിട്ടല്ലാണ്ട് നീ ദുനിയാവൊന്നും പോവില്ല. ഒരു മുസ്ലിമിനെ വേദനിപ്പിച്ചാൽ, ഒരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ ഈമാനില്ലാത്ത മരണമായിരിക്കുമെന്ന് ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് എഴുതി വെക്കണ്ട. നാടകം കളിക്കാമെന്ന് പറ്റൂല നമുക്ക്. ഓൻ്റെ കല്യാണം നമ്മളെ കല്യാണത്തിന് അങ്ങനെ ആക്കീന്. അങ്ങനെ മടക്കം മാച്ച് അടിക്കേണ്ട പരിപാടിയൊന്നുമല്ല ഇത്. നമുക്ക് നല്ല വൃത്തിയുള്ള ലൈഫുണ്ടാകും. സോഫ്റ്റ്നെസ്. ഒരു സ്വഹാബി വേറൊരു സ്വഹാബിയുടെ ചെരുപ്പൊളിപ്പിച്ചു. ആ ചെരുപ്പിൻ്റെ ഉടമസ്ഥനായ സ്വഹാബിക്ക് വിഷമായി എന്ന് കണ്ടു. തങ്ങൾ പറഞ്ഞല്ലോ അത് പറ്റൂല, മോമിനെ വേദനിപ്പിക്കൽ ഹറാമാണ്, പറ്റൂല. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഈ മാസം നമ്മൾ ഇപ്പോൾ കൊണ്ട് നടന്ന മാസം ആരുടെ മാസമായിരുന്നു? ഷെയ്ഖ് റിഫായി റളിയല്ലാഹുവിൻ്റെ മാസം. റിഫായി ഷെയ്ഖിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തഹല്ലുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ച ആളാണ് സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹു. കണ്ടോ,
വെറുതെ റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ റൗളയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അഹമ്മദെ ഇവിടെ വന്നാൽ എൻ്റെ കൈ നീട്ടിത്തരോന്ന് ചോദിക്കണം കേട്ടോ ചുംബിക്കാനെ. വെറുതെ ആ സമ്മതം നേരത്തെ കൊടുത്തത്? വെറുതെ ആണോ ആ പെർമിഷൻ നേരത്തെ തന്നെ കൊടുത്തത്? അതങ്ങനെ ജീവിച്ചതാ. റിഫായ് ശൈഖ് റളിയല്ലാഹുവിൻ്റെ മെയിൻ പരിപാടി തന്നെ എന്താ അറിയാ, ആര് രോഗിയുണ്ട് എന്ന് കണ്ടാലും ആ വീട്ടിലേക്ക് ചെല്ലും. അത് സ്വന്തം യൂണിറ്റും സ്വന്തം സോണൊന്നും ആവണമെന്നില്ല. ഉമ്മു അബീദ എന്ന നാടിൻ്റെ പുറത്താണെങ്കിലും അവിടത്തേക്ക് ചെല്ലും. എന്നിട്ട് ആ രോഗിയെ സന്ദർശിച്ച് ദ്വാരന്നു കൊടുക്കും, സമാധാനിപ്പിക്കും. അവരോടും ദ്വാരക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യും. തീർന്നിട്ടില്ല, അവരുടെ റൂമുകളിലെ അലക്കാനിട്ട വസ്ത്രങ്ങൾ മുഴുവനും അലക്കി വൃത്തിയാക്കി കൊടുത്തിട്ടാണ് റിഫായ് ശൈഖ് റളിയല്ലാഹു അവിടുന്ന് പോവുക. കണ്ടങ്ങള്, രോഗികളുടെ വസ്ത്രം അലക്കണ പരിപാടിയാണ് റിഫായ് ശൈഖിൻ്റെ മെയിൻ അജണ്ട. പാവപ്പെട്ടവർക്ക് കാടുകളിൽ പോയി വിറകുകൾ ശേഖരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കും, പാവങ്ങൾക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കും. ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടില്ല റിഫായ് ശൈഖ്, ഒരാളെ പോലും, ഒരു കൊതുകിനെ പോലും വിഷമിപ്പിക്കാത്ത മഹാനാണ് റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു. ഒരാളെ പോലും, ഒരു പൂച്ചയെ, ഒരു നായയെ, ഒരാളെയും. വഴിയിൽ എന്തെങ്കിലും വേസ്റ്റ് കണ്ടാൽ അതെടുത്തിട്ട് മാറ്റി കൈ കഴുകും. ഇത് നിരന്തരം ചെയ്യുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ച്, അല്ല ഉസ്താദ് എന്തിങ്ങനെ എല്ലായിടത്തും കാണുന്ന വേസ്റ്റ് എടുത്തിട്ട് വൃത്തിയാക്കുക, കൈ കഴുകുക, എന്തിനാ ഈ പനിക്ക് നിൽക്കണത്? അതിന് റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുത്ത മറുപടി എന്താ പറയുക, ഈ കൈ എനിക്ക് അള്ളാഹു തന്നതിന് ശേഷം ഞാൻ ചെയ്ത ഏറ്റവും വലിയ ആഖിറത്തിൽ പ്രതീക്ഷയുള്ള ഒരു അമൽ ഈ വേസ്റ്റ് വൃത്തിയാക്കലാണ്. പച്ചയായ മനുഷ്യൻ്റെ പേരാണ് സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി. ജാടില്ലല്ലോ, കിബറില്ലല്ലോ, ഒന്നുമില്ല. പാവപ്പെട്ടവർ വിളിച്ച പരിപാടിക്ക് പോകാതെ പണക്കാർ വിളിച്ച പരിപാടിക്ക് പോകുന്ന ഒരു ജീവിതം ഒരാൾക്കുണ്ടെങ്കിൽ അത് കിബറിൻ്റെ അടയാളാണെന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. കിബറിൻ്റെ അടയാളം. ബഹ്റൈനിലെ മനാമ, കുവൈത്തിലെ ഫർവാനിയ, ഖത്തറിലെ ദോഹ, അവിടെ ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിച്ച ഫാമിലിയുടെ കല്യാണം. എവിടെ? മധ്യ കേരളത്തിലെ ഏതോ ഒരു ജില്ലയിൽ, തൃശ്ശൂരിലെങ്ങാനും. BMW ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ട് ഫാമിലി അടക്കം പോകും 2 ദിവസം സജീവമാവും. അതേ മനുഷ്യൻ തന്നെ നാട്ടിൽ 3 വീട് അപ്പുറത്തുള്ള ഒരു പാവം പെൺകുട്ടീൻ്റെ കല്യാണം, മഹല്ലും SYS ഒക്കെ കൂടിയിട്ട് സഹായിച്ച് നടത്തുന്ന കല്യാണം. അതിന് പോവോ? അതിന് ഭാര്യനോട് നീ 500 രൂപ കൊടുത്ത് ചെറിയ തിരക്കും ചെറിയ നടുവേന പോവില്ല. അതന്നെയാണ് മഹലൻ കിബർ എന്ന് പറയുന്നത്. കിബർ, അതാണ് കിബർ. അതാർക്കുണ്ടാവില്ല? മഹബത്തുള്ളവർക്ക് ഉണ്ടാവില്ല. കാരണം ഒരു ചെറിയ ഐറ്റം ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ ക്ഷണിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകും. തങ്ങൾക്ക് അങ്ങനത്തെ ഒരു വർത്താനമില്ല. കവാഹിദിൻ മിൻഹും, അവരിൽ ഒരാളായി ജീവിച്ചു. യജ്ലിസു ഹൈസു യന്തഹിൽ മജ്ലിസു, മജ്ലിസ് എവിടെയാണോ തീരുന്നത് അവിടെ പോയിട്ട് തങ്ങൾ ബേക്കിലിരിക്കും. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ മുസ്നദ് അഹമ്മദിൽ കാണാം ഒരു സ്വഹാബി പ്രസംഗിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ സ്വഹാബി, നബിയെ ഞാൻ തങ്ങൾ വരാത്തതുകൊണ്ട് അങ്ങനെ വെറുതെ സംസാരിച്ച് തുടങ്ങി. മോ പ്രസംഗിക്കൂ. രാവിലെ സൂര്യൻ ഉദിച്ച് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കണ വരെ മോൻ്റെ പ്രസംഗം കേൾക്കലാണ്. ഒരു 4 അടിമകളെ വാങ്ങി മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മോൻ പ്രസംഗിക്കും. ഞാൻ കേൾക്കട്ടെ, ഇങ്ങനെ കേട്ടു കൊടുക്കും. അതാണ് അത്വാഖ് ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാരുടെ ചെറിയ പണ്ഡിതന്മാരുണ്ടാവുമല്ലോ, മുത്തഅല്ലിമീങ്ങൾ, ജസ്റ്റ് പാസ് ഔട്ട് ആയവർ, അവരോടൊക്കെ പ്രസംഗം കേൾക്കും. എങ്ങനെ പ്രസംഗം കേൾക്കലെന്നറിയോ? തീരെ കേൾക്കാത്ത പോലെ. അങ്ങനെ ഉണ്ടല്ലേ? ആ പണ്ഡിതൻ ജനിക്കുന്നതിന് മുമ്പ് ആ ഹദീസ് ഈ അത്വാഖ് തങ്ങൾ 100 വട്ടം ദർശനം നടത്തിയിട്ടുണ്ടാവും. എന്നാലും കേട്ടു കൊടുക്കും. ശരി. അതാണ് പച്ചയായ ജീവിതത്തിൻ്റെ മനുഷ്യരൂപങ്ങൾ. ഇതെവിടുന്നാണ് അവർക്ക് കിട്ടുന്നത്? മിൻ അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅവില. അവർ റസൂലുള്ളാഹിനെ കറക്റ്റ് ഫോളോ ചെയ്തു. അങ്ങനെയുള്ള ഔലിയാക്കളുടെ നേതാവാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ റൗളയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അഹമ്മദ് തങ്ങളോട് തങ്ങൾ പറയാണെന്ത്, മോനെ അഹമ്മദേ ഇവിടെ വന്നാൽ എൻ്റെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കണേ. അങ്ങനെ സമ്മതം കിട്ടാത്തവർക്ക് റൗളയിൽ പോയിട്ട് അങ്ങനെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കാനൊന്നും പറ്റൂല. അത് അദബ് കേടാണ്. കാരണം നമ്മൾ അതിനർഹരാണോ? ഞാൻ മദീനയിൽ നിൽക്കാൻ അർഹനാണോ?
ഞാൻ ഇതിന് അർഹനല്ലല്ലോ എന്ന പേടിയും ഭയവും നാണക്കെടുമാണ് ഒരാൾ മദീനയിലെത്തിയാൽ ഉണ്ടാവേണ്ടതെന്ന് ഇമാമുന ശഅറാനി റഹിമഹുല്ലാ തൻ്റെ ബഹ്ജത്തുൻ നുഫൂസ് വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ് എന്ന കിതാബിൽ പറയുന്നു. അങ്ങനെ വേണ്ടത്. ഞാൻ മദീനയിൽ നിൽക്കാൻ അർഹനാണോ റബ്ബേ, അങ്ങനെ വിചാരിക്കേണ്ടത്. നന്ന കളിക്കണ്ട, ഞാൻ മദീനയിലാണ് നിൽക്കുന്നത്, എനിക്കെതിരെ ദ്വാരക്കുന്നല്ല പറയേണ്ടത്. അയ്യയ്യേ, അങ്ങനെ എങ്ങനെ പറയാ? ഞാൻ മദീനയിൽ നിൽക്കാൻ അർഹനാണോ എന്ന പേടി നമുക്കുണ്ടാവണം. ആർക്കും എതിരെ നമ്മൾ ദ്വാരക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കണല്ലേ. നമ്മളെ മക്കൾക്കെതിരെ നമ്മൾ ദ്വാരക്കാൻ പറ്റുമോ? ഇല്ല. ലാ തദൂ അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരെ ദ്വാരക്കരുത്. മക്കൾ കുറച്ച് മുടി നീട്ടി, നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി അവൻ്റെ കൾച്ചർ അഡിക്ഷനിലാണ്, ഫോണിലാണ്. എന്നാൽ മക്കൾക്കെതിരെ ദ്വാരക്കാൻ പറ്റുമോ? പറ്റൂല. വിവരമില്ലാത്ത ഉപ്പ ഉമ്മമാരാണ് അങ്ങനെ ദ്വാരക്കല് എന്ന് നജ്മുദ്ദീൻ അൽ ഗസി റഹ്മത്തുള്ളാഹിയുടെ ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹിൽ കാണാം. ദ്വാരക്കരുത്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് പാതിരാത്രി, ഫർള് നിസ്കാര ശേഷം, തഹജ്ജുദിൻ്റെ സമയം, സംസം വെള്ളം കുടിക്കണതിന് മുമ്പ്, അറഫയുടെ പകൽ, റജബ് ആദ്യ രാത്രി, ശഅബാനിൻ്റെ 15-ാം രാവ്, റമളാനിൻ്റെ പകലുകൾ, രാത്രികൾ, വിശേഷിച്ച് ലൈലത്തുൽ ഖദർ, ഇതൊക്കെ ദുആയിന് ഉത്തരം കിട്ടുന്ന സമയമാണ്. ദുആയിന് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് മക്ക, മദീന. മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ കിടക്കണ ഖബറിൻ്റെ അടുത്ത്, ഇതൊക്കെ ദുആയിന് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. മദീനയിൽ ദുആയിരുന്നാൽ ഉറപ്പല്ലേ ഉത്തരം. അവിടെ നിന്നൊക്കെ സ്വാലിഹീങ്ങളുടെ പതിവ് എന്താണെന്നറിയോ? ദുആയിന് ഉത്തരം കിട്ടുമെന്ന് അവർക്ക് ഏകദേശം പ്രതീക്ഷ വന്നാൽ അവരൊരു കാര്യം ദുആർന്ന് നോക്കും. എന്താണെന്നറിയോ? അല്ലാഹുവേ, എനിക്ക് നിന്നോട് പറയാനുള്ളൊരു കാര്യം, അല്ലാഹുവേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ ദുആന് ഉത്തരം കിട്ടുന്ന മദീനയിൽ, ദുആന് ഉത്തരം കിട്ടുന്ന ഈ സമയത്ത് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ ആരോടെങ്കിലൊക്കെ എപ്പോഴെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് ആർക്കെങ്കിലും എതിരെ ദുആർന്ന് പോകുന്നുണ്ടെങ്കിൽ ആ ദുആ നീ സ്വീകരിക്കല്ലേ, നീ ഇപ്പോഴേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. ഓരോ മനസ്സിൻ്റെ ശുദ്ധി ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും എന്നെ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ദേഷ്യം പിടിച്ച് ദ്വാരന്ന് പോകുമല്ലോ, ആ ദ്വാ നീ സ്വീകരിക്കല്ലേ എന്ന് ഇപ്പം തന്നെ ദ്വാരന്ന് ഉറപ്പിച്ചു വെക്കും. ഇത് വിശദീകരിച്ച് ഷെഹറാനി ഇമാം റഹിമഹുല്ലാ പറയാ. അതുകൊണ്ടാണ് പല ലാലിമീങ്ങളും അക്രമകാരികളും വലിയ വലിയ മഹാന്മാർക്കെതിരെ എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ അവർ ദ്വാരന്നാലും ഉത്തരം കിട്ടാത്ത, അത് നേരത്തെ തന്നെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ദേഷ്യം പിടിച്ച് ദ്വാരം സ്വീകരിക്കണ്ട, വേണ്ട. ഓരോ മനസ്സിൻ്റെ ശുദ്ധിയാണ് പറഞ്ഞത്. കണ്ടോ, മദീനയിൽ നിന്ന് മക്കത്തുനിന്ന് അവർ ദ്വാരന്ന് വെക്കുന്ന തന്നെ എങ്ങനെയാ? അത്രമേൽ അവർ പരിശുദ്ധരാണ്. അവരുടെ മനസ്സ് റിഫ്കാണ്, സോഫ്റ്റാണ്. പിന്നെ എങ്ങനെ ചൂടാവുക? അതാണ് കാനാറഫഖന്നാസ്, ഒരു സ്വഭാവം. ഒറ്റൊന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്തെല്ലാം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല പഠനത്തിന് കിതാബുകൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒച്ചപ്പാടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തൊരു സ്വഭാവമാണ് കാന അജ്മലന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഭംഗിയുള്ള ആളാണ്. എപ്പോഴും കയ്യിൽ ഹാൻഡ് ബാഗിൽ കണ്ണാടി, ചീർപ്പൊക്കെ ഉണ്ടാവും. ഒരുങ്ങാതെ ഒരു സ്ഥലത്തും പോവില്ല. ഉറങ്ങുമ്പിട്ട ലുങ്കി കൊടുത്തിട്ട് സുബീക്ക് പള്ളി വരൂല എന്നും കൂടി അതിന് വിശദീകരിക്കാം വേണമെങ്കിൽ. പല രാജ്യത്തൊന്നും സുബീക്ക് പള്ളിയിലെത്തുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ നിന്ന്. അർജൻറ്റീനയിൽ നിന്ന് മെസ്സി, അങ്ങനെ പല ബനിയനും കാണാം. വളരെ ത്യാഗം സഹിച്ചിട്ടായിരിക്കും അല്ലേ? എത്തപ്പ പറയേണ്ടത്. മറ്റു മനുഷ്യന്മാരുടെയൊക്കെ നിസ്കാരത്തിൻ്റെ ഖുശൂഇന് ഭംഗം വരുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കൽ തന്നെ പാടില്ലാത്തതല്ലേ?